ഉണ്ണിയമ്മേ കുമ്പടി വന്നു. സംഗമത്തിന്റെ കണക്ക് നോക്കിയ ഓഡിറ്റർക്കല്ല, പിഴച്ചത് ദേവസ്വം ബോർഡിനാണെന്ന് തുറന്ന് സമ്മതിച്ച് ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ഓഡിറ്റർ പല ചോദ്യങ്ങളും ഉന്നയിച്ചു. അതിന് മറുപടി നൽകാനോ ശരിയായ ആശയവിനിമയം നടത്താനോ ബോർഡിന് കഴിഞ്ഞില്ല. നന്ദഗോവിന്ദം ഭജന നടത്തിയെന്ന് ബില്ല് കൊടുത്തത് ബോർഡിന്റെ നോട്ടപ്പിശകാണ്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസ് പുറത്തു വിട്ടത് മുതൽ പ്രതിരോധിക്കാൻ എന്തെല്ലാം കാപ്സ്യൂളുകളായിരുന്നു. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇത് വരവ് ചെലവ് കണക്കല്ല, എസ്റ്റിമേറ്റ് ആണ്. മാധ്യമപ്രവർത്തകർക്ക് കണക്കറിയാത്തത് കൊണ്ടാണ്. നന്ദഗോവിന്ദം ഭജൻസ് വന്നു എന്ന് ബില്ല് കൊടുത്തിട്ടില്ലെന്ന് തുടങ്ങി കനുകോലു എഴുതി കൊടുത്ത കണക്കാണെന്ന് വരെ പറഞ്ഞു. സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. ഇതുവരെ ഇറങ്ങിയ എല്ലാ ക്യാപ്സ്യൂളുകളും ദേവസ്വം പ്രസിഡന്റ് തന്നെ നിർവീര്യമാക്കിയിരിക്കുകയാണ്. ന്യായീകരണവുമായി വരില്ലേ ഇനിയും ഇതുവഴി എന്ന് ചോദിച്ചുകൊണ്ട് ഇന്ന് സൂപ്പർ പ്രൈം ടൈം തുടങ്ങും. കെ സരൺകുമാർ, നമുക്ക് 17-ാം തീയതി കാണാം എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ചർച്ച പിരിഞ്ഞത്. ഇന്ന് അങ്ങേക്ക് കടുത്ത തിരക്കുകൾ ഉണ്ടായിരുന്നു, അത് മാറ്റിവെച്ചും ചർച്ചയിൽ പങ്കെടുക്കാൻ സന്നദ്ധനായതിൽ നന്ദി ആദ്യമേ പറയുകയാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഇന്നിപ്പോ ദേവസ്വം ബോർഡ് വിശദീകരിക്കുമ്പോ ആ വിശദീകരണം അങ്ങ് കേട്ടുകാണുമെന്ന് ആണ് ഞാൻ വിചാരിക്കുന്നത്. അവസാനത്തെ ചർച്ചയിൽ ഓഡിറ്റർക്കാണ് തെറ്റുപറ്റിയത്, ഈ ഓഡിറ്റ് ശരിയല്ല എന്നാണ് അങ്ങ് വാദിച്ചിരുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല എങ്കിൽ നോക്കൂ, ഇന്ന് മിയാ കുൾപ്പ മിയാ മാക്സിമ കുൾപ്പ, എന്റെ പിഴ എന്റെ വലിയ പിഴ എന്ന് ഏറ്റുപറയുകയാണ് ദേവസ്വം ബോർഡ്. പിന്നെ ചൂടാണ്ട് ഇല്ല. അത് ഇനിയിപ്പോ വേറെന്തെങ്കിലും ന്യായീകരണം ബാക്കിയുണ്ടോ? ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ. സുന വെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. നമ്മളന്ന് ചർച്ച അവസാനിപ്പിച്ചത് 17-ാം തീയതി കാണാം എന്ന് പറഞ്ഞ് തന്നെയാണ്. അന്നും ഞാൻ ഊന്നി പറഞ്ഞത് ഇത്തരത്തിലൊരു ഓഡിറ്റ് റിപ്പോർട്ട് ദേവസ്വം ബോർഡ് കണ്ടിട്ടില്ല. ഒരു മാറ്റവും ഇല്ലല്ലോ. ദേവസ്വം ബോർഡ് അത്തരത്തിലൊരു ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. ദേവസ്വം ബോർഡ് കാണാത്ത ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ വഴി സമർപ്പിച്ചത്. എന്നിട്ട് അതുകൊണ്ട് തന്നെ അതിന് ആധികാരികതയില്ല. അതിൽ എനിക്ക് തന്നെ വെരിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നും അതുപോലെ തന്നെ പല രേഖകൾ നോക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഒരു സ്പോട്ട് ഇൻസ്പെക്ഷൻ അടക്കം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം തന്നെ, ഓഡിറ്റർ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. ഫിസിക്കൽ വെരിഫിക്കേഷൻ ഇല്ല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഊന്നി പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ അംഗീകാരമില്ലാത്ത ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണ് എന്ന് തന്നെയാണ്. ഇപ്പോഴും ഞാൻ അതിൽ പൂർണ്ണമായിട്ട് ഉറച്ചു നിൽക്കുന്നു. ഞാൻ അന്ന് പറഞ്ഞ കാര്യത്തെ തെറ്റിക്കുന്ന അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് കാണിക്കുന്ന ഒരു വിവരവും ദേവസ്വം ബോർഡ് ചെയർമാൻ ഇന്നും പറഞ്ഞിട്ടില്ല. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ആകെ വന്ന ഒരു മാറ്റം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ബില്ലുകൾ ഓഡിറ്റർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ആവശ്യപ്പെട്ട രേഖ കൊടുക്കുന്ന കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ഉണ്ടായിട്ടില്ല, അതിൽ കുറവുണ്ടായിട്ടുണ്ട് എന്ന ഒരു അഡ്മിഷൻ ദേവസ്വം ബോർഡ് ചെയർമാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ് പറയൂ. അതെ, ഇന്ന് അദ്ദേഹം വിശദീകരിച്ചത് ഞാൻ ഓരോ വാചകങ്ങളായി പറയാം. ഓഡിറ്റർ പല കൊറികളും ഉന്നയിച്ചു. ഞങ്ങൾ അതിന് മറുപടി കൊടുക്കുകയോ വേണ്ടത്ര ആശയവിനിമയം നടത്തുകയോ ചെയ്തില്ല. അതാണ് പ്രശ്നമായത്. സമയത്തിന് റെക്ടിഫിക്കേഷൻ നടത്താത്തതാണ് പ്രശ്നം. അത് ഓഡിറ്ററുടെ പ്രശ്നമല്ല, ഞങ്ങൾ മറുപടി കൊടുക്കാത്തത് കൊണ്ടാണ്. ഇത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ കാര്യം വളരെ വ്യക്തമായി പറയുമ്പോൾ, ദേവസ്വമാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട് റിസീവ് ചെയ്തത്. ദേവസ്വം ആണ് അത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ, അതായത് ദേവസ്വം കമ്മീഷണറാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറുന്നത്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി, ശബരിമല സ്പെഷ്യൽ കമ്മീഷണറാണ് അത് ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തത്. ദേവസ്വം കയ്യിൽ കിട്ടിയ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യാത്തത് നാട്ടുകാരുടെ കുഴപ്പമല്ലല്ലോ. അല്ല, അത് ഗവൺമെന്റിന്റെ കുഴപ്പമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻഡിപെൻഡന്റ് ആയി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണല്ലോ ദേവസ്വം ബോർഡ്. ഇതാണോടാ നീ കണ്ടുപിടിച്ച ആനക്കാര്യം? അപ്പൊ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം, സ്വയംഭരണ സംവിധാനം എന്ന രൂപത്തിൽ ദേവസ്വം ബോർഡ് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ചെയ്തിട്ടില്ല എന്ന് ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ തന്നെ അഡ്മിറ്റ് ചെയ്തതാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് ആരാണ് അഡ്മിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആരാണ് ആ ചുമതല നിർവഹിക്കാത്തത്? ഇപ്പൊ ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് തന്നെ വച്ചിരിക്കുന്ന ഓഡിറ്റർ. ആ ഓഡിറ്റർ ഏത് കുറി ചോദിച്ചാലും ഏത് രേഖകൾ ചോദിച്ചാലും ഉത്തരവാദിത്തപ്പെട്ട ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന് അത് കൊടുക്കണം. അത് കൊടുക്കാതെ ഡിലേ വരുത്തി ആ രേഖകൾ കിട്ടാതെ വരുമ്പോ
കിട്ടാത്ത സാഹചര്യത്തിൽ ഓഡിറ്റിംഗ് അവസാനിപ്പിക്കാൻ പാടില്ലായിരുന്നു. കാരണം എനിക്ക് ഇന്ന രേഖ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എന്റെ ഓഡിറ്റിംഗ് ഈസ് നോട്ട് കംപ്ലീറ്റ് എന്നതാണ് അദ്ദേഹം പറയേണ്ടത്. പക്ഷേ ആ റിപ്പോർട്ട് ഓഡിറ്റിംഗ് പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ കൊടുക്കുന്നു. ആർക്ക് കൊടുക്കുന്നു? ദേവസ്വം കമ്മീഷണർക്ക് കൊടുക്കുന്നു. ഈ രേഖ കൊടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനായ ദേവസ്വം കമ്മീഷണർ അത് വായിച്ചു നോക്കി അതിൽ ഏതൊക്കെ കുറവാണ് എന്ന് കണ്ടെത്തി പരിഹരിച്ച് കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. ദേവസ്വം ബോർഡിന്റെ ഭാഗം കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അദ്ദേഹം അത് ചെയ്യാതെ നേരത്തെ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ വഴി ഹൈക്കോടതിയിൽ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് ചെയർമാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കൃത്യമായി തന്നെ പരിശോധിക്കും, അന്വേഷിക്കും. ഇപ്പൊ 26-ാം തീയതി വരെ ഇതിലുള്ള റെക്ടിഫിക്കേഷൻ ആണ് ഞങ്ങളുടെ ലക്ഷ്യമെങ്കിലും മറ്റു കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുടെ പേരിൽ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പേരിൽ ഏതെങ്കിലും കള്ളത്തരം കാണിക്കുന്ന അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ട് അത് ന്യായീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഒരു കാരണവശാലും ഒരു നയാ പൈസ പോലും ദേവസ്വം ബോർഡിന്റെ ഈ ആഗോള അയ്യപ്പ സംഘവുമായിട്ട് ചെലവഴിക്കില്ല എന്ന് പറഞ്ഞ വാക്ക് പൂർണ്ണമായി പാലിക്കുമെന്ന് തന്നെയാണ് ഇന്ന് ദേവസ്വം ബോർഡ് ചെയർമാൻ. കേൾക്കാൻ നല്ല രസമുണ്ട്. ഒന്ന് മാതൃഭൂമി ന്യൂസ് ആണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. എന്തെല്ലാം വാദങ്ങളാണ് കേട്ടത്. ഇങ്ങനെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഇല്ല, ഇത് കനുകൂലം എഴുതി കൊടുത്ത കണക്കാണ് എന്ന് വരെ പറഞ്ഞു. ഇങ്ങനെ ഒരു കാര്യമില്ല, ഇതൊക്കെ അന്തരീക്ഷത്തിൽ നിന്ന് സൃഷ്ടിക്കുന്നതാണ്. ഓരോ കാര്യവും ഇന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നന്ദഗോവിന്ദം ഭജൻസിന് പണം കൊടുത്തു, അല്ലെങ്കിൽ നന്ദഗോവിന്ദം ഭജൻസിന് ഇതൊരു നടക്ക് പോണ മാതിരില്ല. പണം കൊടുത്തതായി ബില്ലുണ്ട്. പക്ഷെ അവർ അന്ന് അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്ന് അദ്ദേഹം പറയുന്നു, ദേവസ്വം ബോർഡ് പറയുന്നു, ഓഡിറ്റർക്ക് തെറ്റുപറ്റിയൊന്നുമല്ല, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നോട്ടക്കുറവ് വന്നതുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് പറഞ്ഞാൽ എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിൽ 8 ലക്ഷം രൂപയുടെ ബില്ല് ഓഡിറ്റർക്ക് കിട്ടിയതുകൊണ്ടാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ അങ്ങനെ രേഖപ്പെടുത്തിയത്. എന്നിട്ടോ ഇത് ആരോ മാധ്യമങ്ങൾ വായുവിൽ എഴുതി ഉണ്ടാക്കിയതാണ് എന്നായിരുന്നു പ്രചരണം. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യവും ലഞ്ചിന്റെ കാര്യവും ഡിന്നറിന്റെ കാര്യവും 5 മണിക്കോ 6 മണിക്കോ കഴിഞ്ഞ അയ്യപ്പ സംഗമത്തിൽ ഡിന്നർ കഴിക്കാൻ 3000 പേരുണ്ടായിരുന്നു എന്നുള്ള രേഖ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഭക്ഷണത്തിന്റെ കാര്യം അടക്കം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ലേ? മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള വിജയനാഥ അസോസിയേറ്റ്സിന്റെ ഒരു ആധികാരിക രേഖ റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ എന്തെല്ലാം കേട്ടു. അതൊക്കെ തിരുത്തി പറയാനും തിരിച്ചെടുക്കാനും തയ്യാറാവണ്ടേ ഇതൊക്കെ ഉന്നയിച്ച ആളുകൾ? ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. അത് അങ്ങേക്കറിയാമല്ലോ. അങ്ങയുടെ ചർച്ചയിൽ അന്ന് 1 മണിക്കൂർ പങ്കെടുത്ത ആളാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ഭൂരിഭാഗവും ഞാൻ ആവർത്തിച്ചു. ഒരു കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇത് ക്ലാരിഫൈ ചെയ്തത്, എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരോട് പലതവണ ചോദ്യങ്ങൾ ചോദിച്ചിട്ടും അതിന്റെ മറുപടി കൊടുക്കാത്ത ഒരു വീഴ്ച ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് എന്നതല്ലാതെ ബാക്കി ഒരു കാര്യവും അന്ന് ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ട് എന്ന് ഞാനിപ്പോ വിശ്വസിക്കുന്നില്ല. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ഞാൻ തന്നെയാണ് അങ്ങയോട് പറഞ്ഞത്, ഇത് ദേവസ്വം ബോർഡ് ക്ലാരിഫൈ ചെയ്യാത്ത, പരിശോധിക്കാത്ത, മീറ്റിംഗിൽ ചർച്ച ചെയ്യാത്ത ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണ്. ആ ഓഡിറ്റ് റിപ്പോർട്ട് പാതി വെന്തതാണ്. പാതി ബില്ലുകളെ പരിശോധിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ വൗച്ചറുകളും പാതി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു തരത്തിലും ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടില്ല. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. അല്ല, ഇപ്പൊ നന്ദഗോവിന്ദം ഭജൻസിന് 8 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ള ബില്ല് ദേവസ്വം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റർ അങ്ങനെ എഴുതിയത്. ഓഡിറ്റർ അങ്ങോട്ട് കുറയിട്ടു. ഇപ്പൊ നമ്മൾ ചോദിച്ചതുപോലെ ഇപ്പൊ 4000 പേരുടെ ഭക്ഷണം 4000 പേര് വന്നോ? നമ്മൾ അന്ന് കഴിഞ്ഞ തവണ ചർച്ച ചെയ്താണ് 4000 ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. പേരുടെ ഭക്ഷണം അങ്ങോട്ട് കുറയിട്ടു. ദേവസ്വം മറുപടി കൊടുത്തില്ലായിരിക്കും സ്വാഭാവികമായിട്ടും. ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ചോദിക്കുക 4000 പേര് ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് ആര് ചോദിക്കുകയാണ്? ജയകുമാർ ചോദിക്കുകയാണ്. ഞാൻ 4-5 ദിവസം മുമ്പ് അങ്ങയോട് ചോദിച്ച ചോദ്യം ഇപ്പൊ ദേവസ്വത്തിന്റെ ബോർഡ് പ്രസിഡന്റ് നാട്ടുകാരോട് ചോദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥമെന്ന്. എന്താ അവസ്ഥ? വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.